UPI ലോകത്തിന് ഇന്ത്യ നൽകിയ വലിയൊരു സംഭാവനയാണ്. ആ മാതൃക ഇന്ന് ലോകരാജ്യങ്ങളാകെ പിന്തുടരുന്നുമുണ്ട്. ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കുക. എങ്ങനെയാണ് ആ സോഫ്റ്റ് പവർ പ്രവർത്തിക്കുന്നത്? അതെങ്ങനെ ലോകത്തിന് മാതൃകയാകുന്നു? തീർച്ചയായിട്ടും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, വളരെ അടിസ്ഥാനപരമായൊരു അക്കാഡമിക് ചർച്ച തന്നെ ലോകത്തിലെ ബൗദ്ധിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പൊളിറ്റിക്കൽ പവർ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പൊളിറ്റിക്കൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ തകർക്കാനുള്ള പവർ, കീഴടക്കാനുള്ള ശക്തി, സായുധ ശക്തി, സാമ്പത്തിക ശക്തി, അതിനൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മുടെ പവർ എന്ന് പറയുക. അത് സോഫ്റ്റ് അല്ല, അത് ഹാർഡാണ്. ഹാർഡ് പവർ അല്ല സോഫ്റ്റ് പവർ. സോഫ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആയുധം പ്രയോഗിക്കുന്നില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും ആക്രമിക്കുന്നില്ല, ചോരയൊഴിക്കുന്നില്ല. പക്ഷേ നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനം, ഒരു രാജ്യത്തിൻ്റെ സ്വാധീനം ലോകത്തിലെ അനേകം രാജ്യങ്ങൾക്ക് സ്വീകാര്യമായി തോന്നുക, അങ്ങനെ തോന്നുന്ന അത്തരത്തിൽ സ്വാധീനിക്കപ്പെടുക, അതിനാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. 3 തരത്തിലാണ് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ. ഇന്ത്യക്ക് ഈ പറഞ്ഞ രണ്ടും ഉണ്ട്. ഹാർഡ് പവർ ഒട്ടും മോശമല്ല. നമ്മളെ മുട്ടാൻ വന്നാൽ ആരോടും നമ്മൾ തോറ്റു കൊടുക്കില്ല. ആയുധശക്തിയുണ്ട്, സാമ്പത്തികമായി ആരോടും പിടിച്ചു നിൽക്കാവുന്ന ശേഷി നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വലുതാണ് ഇന്ത്യ നേടിയ സോഫ്റ്റ് പവർ. സോഫ്റ്റ് പവർ ഇന്ത്യക്ക് 3 തരത്തിലാണ്. ഒന്ന് ഇന്ത്യയുടെ സംസ്കാരം, മറ്റൊന്ന് ഇന്ത്യയുടെ മൂല്യങ്ങൾ, വാല്യൂസ്, മൂന്നാമത്തേത് ഇന്ത്യയിലെ ഡിജിറ്റൽ പവർ. സംസ്കാരത്തോട് ഇന്ത്യക്ക് തോന്നുന്ന മതിപ്പാണ്. ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ അറിയാലോ. നമ്മളിപ്പോൾ എന്താ ഇന്ത്യയുടെ സംസ്കാരം? രണ്ട് ലോകരാജ്യങ്ങൾ തമ്മിൽ കടിച്ചു കീറി പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു കൂട്ടരെയും ചേർത്ത് പിടിക്കുകയും, ഇരു കൈകൾ കൊണ്ട് രണ്ടു കൂട്ടരെയും ചേർത്ത് പിടിക്കുകയും, എന്നിട്ട് രണ്ടു കൂട്ടരുടെയും കാതിൽ മാനിഷാദ എന്ന് മന്ത്രിക്കുകയും ചെയ്യുക. അത് ലോകത്തിലെ മറ്റൊരു രാജ്യത്തിന് പറ്റാത്തൊരു ശക്തിയാണ്. അതിൻ്റെ പേരാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. 2, ഇന്ത്യൻ മൂല്യം എന്താണ്? ഇന്ത്യൻ മൂല്യം കഴിയുമെങ്കിൽ അക്രമം നടത്താതിരിക്കുക, അധിനിവേശം നടത്താതിരിക്കുക. അഹിംസ ഇന്ത്യയുടെ മൂല്യമാണ്. ധർമ്മം, സത്യം, മാന്യത, മര്യാദ. 2 രാജ്യങ്ങൾ തമ്മിൽ വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാർ എത്ര കാലത്തേക്കാണോ ആ കാലാവധി തീരുന്നത് വരെ ആ കരാർ മാന്യമായി പാലിക്കുക 2 പക്ഷത്തും. അതിനിടയിൽ എന്തെങ്കിലും പ്രകോപനം തോന്നുമ്പോൾ, എനിക്ക് എന്തെങ്കിലും ഒരു വിരോധം തോന്നുമ്പോൾ എടുത്ത് കരാറ് മാറ്റുന്നത് മാന്യതയല്ല, ധർമ്മമല്ല, സത്യമല്ല. അത് ഇന്ത്യൻ മാതൃകയാണ്. അതിപ്പോൾ ലോകത്തിന് പലർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ഡിജിറ്റൽ സ്വാധീനം. ഏറ്റവും പ്രധാനപ്പെട്ടാണ് സാങ്കേതിക വിദ്യ. നമ്മളുണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അധ്വാനിച്ച് അവരുടെ ബൗദ്ധികമായ ശേഷി കൊണ്ട്, ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യ നമുക്ക് കൂടി സ്വീകാര്യമാകുമ്പോൾ, മറ്റു രാജ്യങ്ങൾക്ക് കൂടി സ്വീകാര്യവും ഉപകാരപ്രദവുമാകുമ്പോൾ അവർ മനസ്സാ ഇന്ത്യക്ക് നന്ദി പറയും, ഇന്ത്യയോട് സഹകരിക്കാൻ തയ്യാറാവും, ഇന്ത്യയുമായി വലിയ കൂട്ടായ്മ ഉണ്ടാക്കാനും വലിയ വ്യാപാര ബന്ധങ്ങൾ ഏർപ്പെടാനും ഒക്കെ വഴിയൊരുക്കും. അക്കൂട്ടത്തിൽ ഈ 3 മാർഗവും ഇന്ന് ലോകത്ത് ഏറ്റവും മനോഹരമായി, ഏറ്റവും കൃത്യമായി കാണിച്ചു കൊടുത്ത സോഫ്റ്റ് പവർ എന്താണ്? 3 തരത്തിൽ എങ്ങനെയാണ് ആയുധമെടുക്കാതെ, ഭീഷണിപ്പെടുത്താതെ, കണ്ണുരുട്ടാതെ, ശക്തി കാണിക്കാതെ എങ്ങനെയാണ് ലോകത്തെ സ്വാധീനിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല വിശ്വഗുരു എന്ന കൺസെപ്റ്റിലേക്ക് ഇന്ത്യ എത്തിക്കഴിഞ്ഞു. ഡിജിറ്റൽ രംഗത്ത് നമ്മൾ എത്തിയതിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് UPI ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നാണല്ലോ അതിൻ്റെ പേര്. 2016 ആലോചിച്ച് നോക്കും, 9 കൊല്ലം ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. 9 കൊല്ലം കൊണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെ ലോകരാജ്യങ്ങളെ സ്വാധീനിക്കാൻ മറ്റൊരു രാജ്യത്തും രൂപപ്പെട്ടിട്ടില്ലാത്ത ഒരു സാമ്പത്തിക ഭാഷയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു എക്കണോമിക് ലാംഗ്വേജ് ആണത്. നമ്മൾ സംഗീതത്തെക്കുറിച്ച് പറയുമല്ലോ, സംഗീതം പ്രാപഞ്ചിക ഭാഷയാണ്. സംഗീതത്തിൻ്റെ ലിപിയും അക്ഷരവും വാക്കും എന്താണെന്ന് അറിഞ്ഞിട്ടല്ല, അത് താളമാണ് അതിൻ്റെ ഭാഷ. അതുപോലെയാണ്, ഉപകാരമാണ്, പ്രയോജനമാണ് UPIയുടെ പ്രയോജനം എന്താണ്? UPI 3 കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഒരാൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട്, അയാളുടെ കയ്യിൽ തന്നെ ഒരു മൊബൈൽ ഫോൺ, ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ് എന്ന പുതിയ ശക്തി. ഇൻ്റർനെറ്റിനെ ദൈവമായി കാണുന്ന രാജ്യങ്ങളുണ്ട് കേട്ടോ. സ്വീഡനിൽ പുതിയ ഒരു വിഭാഗം വന്നിട്ടുണ്ട്, ഇൻ്റർനെറ്റിന് ദൈവമായ സിന്തീസം എന്ന് പറയും. ഒരു കമ്മ്യൂണിറ്റി സിന്തീസ്റ്റുകളാണ്. സിന്തീസം എന്ന് പറഞ്ഞാൽ അതാണ്. ഇൻ്റർനെറ്റ് ഓംനിപൊട്ടൻ്റാണ്, സർവ്വശക്തനാണ്, സർവ്വവ്യാപിയാണ്, സർവ്വജ്ഞാനിയാണ്. ഇതൊക്കെ ദൈവമാണല്ലോ. സർക്കാസ്റ്റിക് അല്ല, അവിടുത്തെ ഒരു വലിയ യോഗിയായ വലിയൊരു മ്യൂസീഷ്യനായിട്ടുള്ള ഒരാളാണ്, ജോൺ ബാർഡ് എന്നിട്ടോ മറ്റേ അയാളുടെ പേര്.
അദ്ദേഹം ഉണ്ടാക്കിയ മതമാണ്, അദ്ദേഹം അതിൻ്റെ പ്രവാചകനാണ്. ഞാൻ പറയുന്നത് ഈ 3 ദൈവങ്ങൾ ഒരുമിച്ച് ചേരുക എന്നാലോചിച്ച് നോക്കും. ഒന്ന് നമ്മുടെ കയ്യിൽ നമ്മൾ ആലോചിക്കാൻ പറ്റാത്ത തരത്തിൽ ഉണ്ടായി വന്ന ഒരു ഉപകരണമാണല്ലോ അതെ. മൊബൈൽ ഫോണ്. അതിനോട് ബാങ്ക് അക്കൗണ്ടിനെ ബന്ധിപ്പിക്കുക. ഇത് രണ്ടിനിടയും വർക്ക് ചെയ്യുന്ന ദൈവികമായൊരു പരാശക്തിയാണ് ഇൻ്റർനെറ്റ്. ഇത് 3ഉം ബന്ധിപ്പിച്ചുകൊണ്ട് കാണിച്ച മഹാവിപ്ലവമാണ് UPI. ഈ UPIയിൽ എന്താ സംഭവിക്കുന്നത്? UPIയുടെ പ്രശ്നം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള തത്സമയ ഡിജിറ്റൽ പണമിടപാടാണ്, ട്രാൻസാക്ഷനാണ്. ഇൻസ്റ്റൻറ്റ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എത്രയാണെന്ന വിചാരം? ഇതിൻ്റെ വളർച്ച കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് എവിടെയാണ്? ഇത് തുടങ്ങിയ കാലത്ത് നമ്മുടെ നാട്ടിലെ വലിയൊരു രാഷ്ട്രീയ നേതാവ് ചോദിച്ച ചോദ്യം ഓർമ്മയില്ലേ? മീൻ കച്ചവടക്കാർക്ക് ഇത് കൊണ്ട് എന്താ ഉപകാരം എന്നൊക്കെ ചോദിച്ചില്ലേ? ഇപ്പം മീൻ കച്ചവടക്കാരോ പിച്ചക്കാരുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം എന്നോട് കഴിഞ്ഞ പറഞ്ഞു, ഞാനൊരു എൻ്റെ വീട്ടിലൊരു പിച്ചക്കാരൻ വന്നപ്പോൾ 10 രൂപ കൊണ്ട് കൊടുത്തിട്ടേ ഉള്ളൂ, കാശൊന്നും എടുത്തു വെച്ചതില്ല, ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ബാങ്കിൽ പോകുമ്പോൾ എങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ പതുക്കെ എന്നോട് പറഞ്ഞു, സാറേ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ്, അപ്പോൾ ഇതെല്ലാവർക്കും എത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത, ഏറ്റവും ഒടുവിൽ വന്നൊരു കണക്ക് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ വീഡിയോ ചെയ്തിരുന്നു UPIയുടെ വളർച്ച. ഇക്കഴിഞ്ഞ മാസം 2025 ഓഗസ്റ്റ് മാസത്തെ കണക്ക് വെച്ചിട്ട് 20 മില്യൺ ട്രാൻസാക്ഷനാണ് ഇതിലൂടെ നടന്നത്. UPIയിലൂടെ മാത്രം 20 ബില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടിയാണ്, 100 കോടിയാണ് 1 ബില്യൺ. അങ്ങനത്തെ 20 ബില്യൺ ഇടപാട്. ഈ 20 ബില്യൺ ഇടപാടുകളിൽ കൈമാറ്റം ചെയ്യപ്പെട്ട സംഖ്യ എത്ര? 25 ലക്ഷം കോടിയാണ്. 25 ലക്ഷം കോടി. നമ്മുടെ നാട്ടിൽ ഡീമോണിറ്റൈസേഷൻ വന്നപ്പോൾ ആർക്കും അതിന് ലക്ഷ്യം മനസ്സിലായിരുന്നില്ല. ഞങ്ങൾ കള്ളപ്പണം പിടികൂടാൻ എന്നൊക്കെ അന്ന് പറഞ്ഞെങ്കിലും അതല്ല അതിൻ്റെ അന്തിമമായ ലക്ഷ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു 1000 രൂപയുടെ നോട്ട് പോയി, 2000 രൂപയുടെ നോട്ട് പോയി. നോട്ടേ വേണ്ടാത്തൊരു ലോകം വരുന്നു എന്നാണ്, ക്യാഷ്ലെസ് വേൾഡ്. അതാണ് നമ്മൾ ചെയ്ത് കാണിച്ചത്. അതുകൊണ്ട് എന്തപ്പോൾ ആകെ വേണ്ടത് ട്രാൻസാക്ട് ചെയ്യാൻ? ഒന്ന് ലോകത്തിൽ എവിടെ ഇരിക്കുന്ന, ഇപ്പോൾ പ്രിയൻ്റെ കയ്യിൽ അക്കൗണ്ടിലുള്ള കാശ് നിനക്ക് സൈബീരിയയിലോ ഉഗാണ്ടയിലോ നിൻ്റെ ഒരു കൂട്ടുകാരനെ എത്തിക്കണമെങ്കിൽ ആകെ വേണ്ടത് ഒന്നുകിൽ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക, അതാണല്ലോ ഇതിൻ്റെ ഏർപ്പാട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ, അവൻ്റെ ഒരു മൊബൈൽ നമ്പർ കിട്ടിയാൽ മതി. പണ്ടായിരുന്നെങ്കിൽ രാജ്യത്തിന് പുറത്തേക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും എടുത്തു കളഞ്ഞു. പ്രവാസികൾ, ലോകമെങ്ങുമുള്ള ഇന്ത്യക്കാർക്ക് ഈ ക്രോസ് ബോർഡർ പേയ്മെൻറ്റ്സ്, അതിർത്തി കടന്നുള്ള പേയ്മെൻറ്റ്സും നടപ്പാക്കിയിരിക്കുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ഇൻസ്റ്റൻ്റ് ആണ്. ഒരു നിമിഷമാണ്, എവിടെയും കാത്തിരിക്കേണ്ടതില്ല. എന്നാലോചിച്ച് നോക്കൂ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പണ്ട് ഇപ്പോൾ നമുക്കൊരു വേറൊരു രാജ്യത്തേക്ക് നമുക്കൊരു 1 ലക്ഷം രൂപ അയക്കണം, അല്ലെങ്കിൽ ഒരു 10,000 രൂപ അയക്കണം എന്ന് വിചാരിച്ചോ. 10,000 രൂപ അയക്കണമെങ്കിൽ നമ്മൾ ആ കാശ് സംഘടിപ്പിക്കണം. ആ കാശ് കൊണ്ടുപോയിട്ട് നമ്മുടെ ബാങ്കിൽ ക്യൂ നിന്നിട്ട് അതിൽ നിക്ഷേപിക്കണം. എന്നിട്ട് അവിടുന്ന് ഡിമാൻഡ് ഡ്രാഫ്റ്റോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വാങ്ങണം. എന്നിട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അടുത്ത രാജ്യത്തേക്ക് അയച്ചു കൊടുക്കണം. അവൻ അതുമായിട്ട് അവൻ്റെ അക്കൗണ്ടുള്ള അവിടുത്തെ ബാങ്കിൽ പോകണം. എന്നിട്ട് ഈ ട്രാൻസാക്ഷന് സമയമെടുക്കും, എൻകാഷ്മെൻറ്റിന് സമയമെടുക്കും, അതിന് കാത്തിരിക്കണം. ഇതിനൊക്കെ ചാർജും കൊടുക്കണം. ഇവിടെയൊക്കെ നമ്മൾ ചാർജും കൊടുക്കണം. ഇതിനൊക്കെ കാശ്, കൊറിയറിന് ഉൾപ്പെടെ ചാർജും കൊടുക്കണം. ഇപ്പം എന്താ സ്ഥിതി? 3 കാര്യങ്ങൾ. ഒന്ന്, ഇത് സൗജന്യമാണ്. ഒന്ന്, ഇൻസ്റ്റൻ്റാണ്, ഒരു നിമിഷം പോലും പാഴാക്കണ്ട. ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ കാശുണ്ടോ, നമ്മുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ലോകത്തിൽ എവിടെ എത്തിക്കാൻ ഇൻസ്റ്റൻ്റായിട്ട് എത്തും. 2, ഇത് സൗജന്യമാണ്, നയാ പൈസ മുടക്കില്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 5 പൈസ പോവില്ല, അവിടെ ക്യാഷ് കിട്ടുന്നവൻ്റെ അക്കൗണ്ടിൽ പോവില്ല, ഫ്രീ ആണ് സമ്പൂർണ്ണമായി. 3-മത്തേത്, ഇത് സുരക്ഷിതമാണ്, സേഫാണ്, ഇടനിലക്കാരനില്ല. ഇതിൽ ഫ്രോഡ് കളിക്കുന്നവരുണ്ടാവും, അത് വലിയ കുറ്റകൃത്യമാണ്. അതിന് ലോകത്തിൽ എല്ലായിടത്തും അതിൻ്റെ വാച്ചിങ് സംവിധാനങ്ങളുണ്ട്, അത് ചെയ്യണം. അത് ഒഴിച്ചാൽ സുരക്ഷിതമാണ്, സാമാന്യേന അത് സുരക്ഷിതമാണ്. എനിക്ക് തോന്നുന്നു 1 ലക്ഷം ഇടപാടൊക്കെ നടക്കുമ്പോൾ 1-ലാണ് ഏതെങ്കിലും കുറ്റവാളികൾ ഇടപെടുന്നത്. അത് തീർച്ചയായും സൂക്ഷിക്കേണ്ടതാണ്. വേറൊന്ന് ഈക്വാലിറ്റിയാണ്, സമത്വം. ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, പിച്ചക്കാരന് ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ട്, കോടീശ്വരനും ഉണ്ട്, ഗ്രാമീണനും ഉണ്ട്, വലിയ സമ്പന്നൻ ഈ നഗരങ്ങളിൽ വസിക്കുന്നവർക്കുണ്ട്, വലിയ വ്യവസായികൾക്കുണ്ട്, സാധാരണക്കാരായ കൂലി തൊഴിലാളികൾക്കുണ്ട്, മത്സ്യ കച്ചവടക്കാർക്കും ഉണ്ട്, വിമാന കച്ചവടക്കാർക്കും ഉണ്ട്. ഇതിൻ്റെ ഈക്വാലിറ്റിയാണ്, ഡിജിറ്റൽ ഈക്വാലിറ്റി. ലോകത്ത് സമത്വം കൊണ്ടുപോകും. സത്യത്തിൽ ലോകത്ത് ഈ സമത്വം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചവർക്കൊന്നും അത് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അത് വളരെ സൗമ്യമായി, സൈലൻ്റായി ആ വിപ്ലവം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്താണെന്നറിയോ? ഇത് ലോകത്ത് വിപ്ലവകരമായി തീരുന്നു. ഈ ഡിജിറ്റൽ പവർ ലോകം മുഴുവൻ അംഗീകരിക്കുന്നു, ഇന്ത്യയെ മാതൃകയാക്കുന്നു. ഇതാദ്യം നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ മോഡൽ UPIയിൽ
ഒരു സാമ്പത്തിക ഭാഷ, എക്കണോമിക് ലാംഗ്വേജ് നടപ്പാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്ന് ആദ്യം തീരുമാനിച്ചത്? ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങളും നടന്ന നാട് ഫ്രാൻസ്. ഫ്രാൻസ് ഇന്ത്യയെ മാതൃകയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. വേറൊന്ന്, ലോകത്തിലെ എല്ലാ കച്ചവട മൂല്യങ്ങളും ആദ്യം ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് UAE. അവർ ഇന്ത്യൻ മോഡൽ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഒന്ന്. വേറൊന്ന്, ലോകത്തിലെ കച്ചവടത്തിൻ്റെ ആഗോള കേന്ദ്രം എന്ന് പറയുന്ന സിംഗപ്പൂർ ഇപ്പോൾ ഇന്ത്യൻ UPI മോഡൽ സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് വേറൊന്ന്. പിന്നെ നമ്മുടെ 2 അയൽ രാജ്യങ്ങൾ നേപ്പാളും ഭൂട്ടാനും, അവർ തീർച്ചയായിട്ടും ഇന്ത്യൻ മാതൃക, അവരും നമ്മളും രണ്ടല്ലാത്ത വിധത്തിലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ UPI എന്ന സാമ്പത്തിക ഭാഷ, UPI എന്ന സോഫ്റ്റ് പവർ ലോകത്തിന് മുഴുവനും സ്വീകാര്യമാകുന്നു. ഇന്ത്യ അവർക്കൊക്കെ വഴികാട്ടിയാവുന്നു, വിശ്വഗുരുവായി തീരുന്നു. ചെറിയ സന്തോഷമല്ല, തീർച്ചയായിട്ടും ഇന്ത്യ ഒരു സുകൃതം ചെയ്ത കാലമാണിത്. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇത് തുടങ്ങുന്ന 2016 നരേന്ദ്രമോദിയുടെ മാത്രം വിജയ രഹസ്യമാണിത്. 2014 അദ്ദേഹം വന്നതിന് ശേഷം ആരംഭിച്ചതാണ്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ മാത്രം ക്രെഡിറ്റിൽ എഴുതാവുന്ന ഒരു നേട്ടമാണ്. നല്ലത് കാണാൻ പലപ്പോഴും നമുക്ക് ഇന്ത്യൻ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു സങ്കടം. തീർച്ചയായിട്ടും പക്ഷേ ലോക മനസ്സ് അത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ അഭിമാനകരമായ മുന്നേറ്റത്തിൽ, ഈ സാമ്പത്തിക പുരോഗതിയോടൊപ്പം നമുക്കും അഭിമാനം കൊള്ളാം. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.